എൻ്റെ ടോപ്പിക്ക് ഫേഷ്യൽ റെക്കഗ്നീഷൻ ആണ്. ഫേഷ്യൽ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ഒരു ബയോമെട്രിക് ടെക്നോളജിയാണ്. ഇത് AI, കമ്പ്യൂട്ടർ വിഷൻ, ഡീപ് ലേണിംഗ് ഒക്കെ യൂസ് ചെയ്ത് ഒരാളുടെ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. പാസ്വേഡ് അല്ലെങ്കിൽ ID കാർഡൊക്കെ ആകുമ്പോൾ നമ്മൾ മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫേസ് ആകുമ്പോൾ യൂണീക്കാണ്. സോ ഇത് സെക്യൂറും ആണ്, യൂസർ ഫ്രണ്ട്ലിയും ആണ്. ഇപ്പം നമ്മൾ ഇത് കണ്ടുവരുന്നത് മൊബൈൽ ഫോൺ അൺലോക്ക്, എയർപോർട്ട് സെക്യൂരിറ്റി, സർവൈലൻസ്, അറ്റൻഡൻസ് സിസ്റ്റം, ലോ എൻഫോഴ്സ്മെന്റ് പോലെയുള്ള ഏരിയാസിലാണ്. ദെൻ AI, കമ്പ്യൂട്ടർ വിഷൻ, ഡീപ് ലേണിംഗ് യൂസ് ചെയ്ത് ഫേസ് ഡിറ്റക്ട് ചെയ്ത് ഡാറ്റാബേസിലുള്ളതുമായിട്ട് ഇത് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് 1 ഫേസ് ഡിറ്റക്ഷൻ ആണ്. ജസ്റ്റ് ആദ്യം ഇമേജ് ഓർ വീഡിയോയിൽ നിന്ന് ഫേസിനെ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് അൽഗോരിതംസ് യൂസ് ചെയ്ത് ഐസ്, നോസ്, മൗത്ത് ഒക്കെ ലൊക്കേറ്റ് ചെയ്യും. ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആണ്. ഇതിൽ ഫേസിനെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഫേസ് പ്രിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് എക്സാമ്പിൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഐസ്, ജോ ലൈൻ, നോസ് ഷേപ്പ്, അതൊക്കെ വെച്ചൊരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് ഈ ഫേസ് പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് പ്രിന്റിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യും. ദെൻ സ്റ്റെപ്പ് 3 ഫേസ് മാച്ചിങ്. നമ്മൾ ഡിറ്റക്ട് ചെയ്ത ഫേസ് ഡാറ്റാബേസിലുള്ളതുമായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാച്ചിങ് സ്കോർ കൂടുതൽ കിട്ടിയാൽ ഫേസിനെ ഐഡൻറ്റിഫൈ ചെയ്യും, ആ പേഴ്സണിനെ ഐഡൻറ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഫേസ് റെക്കഗ്നിഷൻ. മൊബൈൽ ഡിവൈസസിൽ വരുമ്പോൾ ഫോൺ അൺലോക്ക് ചെയ്യാൻ, ആപ്പിളിലാണെങ്കിൽ ഫേസ് ID, ആൻഡ്രോയിഡിൽ ഫേസ് അൺലോക്ക്, പിന്നെ ആപ്പ് ലോഗിന്, സെക്യൂർ ഫോൾഡറൊക്കെ ഓപ്പൺ ചെയ്യാൻ. ദെൻ സെക്യൂരിറ്റി ആൻഡ് സർവൈലൻസിൽ വരുമ്പോൾ CCTV ക്രൗഡിൽ നിന്നും സസ്പെക്ട്സ് ഡിറ്റക്ട് ചെയ്യാൻ, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷനിലൊക്കെ പാസഞ്ചർ വെരിഫിക്കേഷൻ, ബോർഡർ സെക്യൂരിറ്റി ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ്. ദെൻ ബാങ്കിങ് ആൻഡ് പേയ്മെന്റ്സിൽ വരുമ്പോൾ ഓൺലൈൻ ബാങ്കിങ് ആപ്സിലൊക്കെ ബയോമെട്രിക് ലോഗിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അറ്റൻഡൻസ് സിസ്റ്റം, അതിൽ ഓഫീസിലും സ്കൂളിലൊക്കെ ഓട്ടോമാറ്റിക് അറ്റൻഡൻസ്. അപ്പോൾ ID കാർഡും പാസ്വേഡൊന്നും ഫിംഗർ പ്രിൻറ്റും ഒന്നും വേണ്ടതില്ല, ക്യാമറ ഉണ്ടായാൽ മാത്രം മതി. ദെൻ ഹെൽത്ത് കെയറിൽ പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാൻ, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് ഒക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ റീറ്റെയിൽ ആൻഡ് മാർക്കറ്റിംഗ്, അതിൽ കസ്റ്റമർ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ, മെയിൽ ഓർ ഫീമെയിൽ കൗണ്ട്, ഏജ് ഗ്രൂപ്പ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, പേഴ്സണലൈസ്ഡ് ആഡ്സ് ആൻഡ് ഓഫേഴ്സ് ഒക്കെ കൊടുക്കാനൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. ദെൻ സ്മാർട്ട് സിറ്റീസ് ആൻഡ് IoTയിൽ വരുമ്പോൾ പബ്ലിക് സേഫ്റ്റി ക്യാമറാസ്, ആക്സസ് കൺട്രോൾ ഫോർ സ്മാർട്ട് ഹോംസ് ഓർ ബിൽഡിങ്സ്. ദെൻ ലോ എൻഫോഴ്സ്മെന്റ്, ക്രിമിനൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മിസ്സിംഗ് പേഴ്സൺസിനെ ട്രാക്ക് ചെയ്യാൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് വരുന്നത്. ദെൻ അഡ്വാൻറ്റേജസ്, സെക്യൂർ ആൻഡ് റിലയബിൾ, ബിക്കോസ് ഇതിൻ്റെ യൂണിക് ഡാറ്റയാണ്. ഫാസ്റ്റ് ആൻഡ് കോണ്ടാക്ട്ലെസ്, പാസ്വേഡ് ഒന്നും വേണ്ട. ഹാർഡ് ടു ഫേക്ക്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സ്കെയിലബിൾ, മാസ് സർവൈലൻസിൽ യൂസ് ചെയ്യാം. ചാലഞ്ചസ്, ആക്യുറസി കുറയും. ലൈറ്റിംഗ് ഇഷ്യൂസും മാസ്ക് ഒക്കെ വരുമ്പോൾ ആക്യുറസി കുറയും. പിന്നെ ബയാസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, റേസിനും ജെൻഡറിലും ഒക്കെ ബയസ് ഉണ്ടാകും. പ്രൈവസി ഇഷ്യൂസ്, സ്പൂഫിംഗ് അറ്റാക്ക്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐഫോണിൽ ഫേസ് IDയിലൊക്കെ IR ക്യാമറ 30,000 ഫേസ് പോയിന്റ്സ് സ്കാൻ ചെയ്യും. എന്നിട്ട് ഫേസ് പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത് ഡാറ്റാബേസിലുള്ളതുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ മാച്ച് ആണെങ്കിൽ ഫോൺ അൺലോക്ക് ആകും. ടൂൾസ് ആൻഡ് ഫ്രെയിംവർക്സ്, OpenCV, ഫേസ്നെറ്റ്, ഡീപ് ഫേസ്, ആമസോൺ റെക്കഗ്നിഷൻ, അസ്യൂർ ഫേസ് API, ഇതൊക്കെയാണ് ഇതിനുള്ളൊരു ടൂൾസ് ആൻഡ് ഫ്രെയിംവർക്സ്. ഇൻ കൺക്ലൂഷൻ, ഫേസ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ബയോമെട്രിക് ടെക്നോളജിയാണ്. ഇത് സെക്യൂർ ആയി, കോണ്ടാക്ട്ലെസ് ആയി, കൺവീനിയൻ്റ് ആയി ഇൻഡിവിജ്വൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും വെരിഫൈ ചെയ്യാനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ AI, ഡീപ് ലേണിംഗ്, 3D റെക്കഗ്നിഷൻ പോലെ ടെക്നോളജീസ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഫേസ് റെക്കഗ്നിഷൻ മോർ റിലയബിൾ, സെക്യൂർ, സോഷ്യലി ആക്സെപ്റ്റബിൾ ആക്കാൻ കഴിയും. താങ്ക് യു.